മദ്യപിച്ച് വാഹനമോടിച്ച് പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്താതെ പോയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ധന്യ അഥവാ ഹെലൻ ഓഫ് സ്പാർട്ട. വായിക്കൊള്ളാത്ത പേര് ഒന്ന് ആലോചിക്കണേ. കൺട്രി ഫെല്ലോസ് ആയിട്ടുള്ള അച്ഛനമ്മ ഇട്ട് വെച്ചേക്കണ പേര് ധന്യ. ധന്യ നാണോ ഇല്ലേ? എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് വെയിറ്റ് ഉള്ള പേര് വേണം. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഹെലൻ ഓഫ് സ്പാർട്ടയാണത്ര. അങ്ങനെ ഒരു എടുക്കാ പോകാത്ത പേര് വിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ മെയിൻ മെഴുകൽ കഴിഞ്ഞ ദിവസം പോലീസുകാർ വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചു. നിർത്താതെ പോയി. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് നിറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? അവിടെ നിർത്തണം, പരിശോധനയ്ക്ക് വിധേയമാകണം. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന് നിയമ നടപടിയും ഒപ്പം തന്നെ പെറ്റിയും കൊടുക്കണം. ഇത് തന്നെയാണല്ലോ ചെയ്യാനുള്ളത്. പക്ഷേ ചെയ്തില്ല. നമ്മൾ സോഷ്യൽ മീഡിയ സ്റ്റാർ ആണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യും? എന്ത് തോന്നിവാസവും കാണിച്ചതിന് ശേഷം പിന്നീട് സിനിമ സ്റ്റൈലാണ് നമ്മുടെ ജീവിതം. കൈ കാണിച്ചു, ഞങ്ങൾ നിർത്തില്ല, വിട്ടടിച്ചു പോകും. ആരെന്നെ പിടിക്കാൻ, ആരെന്നെ ചോദിക്കാൻ, ഇതാണല്ലോ മനോഭാവം. പോലീസുകാർ വിട്ടില്ല. ഇപ്പോ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് സംശയാസ്പദമായി കാണുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചതിന്റെ ഇടയിലാണ് സോഷ്യൽ മീഡിയ തങ്കങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാരുടെ വേഷത്തിലിരിക്കുന്നവർ ആ ക്യാമറ അങ്ങോട്ട് ഓഫ് ചെയ്താൽ ചെയ്യുന്ന പ്രവർത്തികളും കയ്യിലിരിക്കുന്ന ഊളത്തരം എന്താണെന്നും നാട്ടുകാർക്ക് അറിയാൻ അവസരമുണ്ടായത്. അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇട്ടപ്പോൾ ഒരു വിശദീകരണവുമായി വന്നിട്ടുണ്ട്. നല്ല വെടുപ്പ് വിശദീകരണം. സോറി സോറി സോറി. ആർക്ക് വേണം ഈ സോറി? വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിന്റെ ഇടയിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അത് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നു ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, ഇനി അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടില്ലേ? എല്ലില്ലാത്തൊരു നാവും ഡയലോഗ് അടിക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ കയറിയിരുന്ന് അങ്ങ് തട്ടി വിടും. അതിനപ്പുറത്തേക്ക് റിയൽ ലൈഫിൽ ഇവർ എന്താണെന്ന് തുറന്നു കാട്ടപ്പെട്ടതാണ്. അവിടെ നിയമപരമായിട്ടുള്ള നടപടികൾ, അതായത് നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു പോയി. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പാർട്ടിയിലൊക്കെ ഇത് സംഭവിക്കാവുന്നതാണ്. പക്ഷേ ആ വാഹനം ഓടിച്ച സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഈ എടുത്ത് ചാടുകയോ അല്ലെങ്കിൽ 2 വീലറുകാരനെ എങ്ങാനും കൊണ്ടുവന്ന് ഇടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, അയാൾക്ക് വല്ല പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആ നഷ്ടപ്പെട്ടവൻ ഇല്ലാതെ പോകും. ഞാൻ വലിയ ഹെവനോസ് പാട്ടയാണ്, ഞാൻ ഓടിക്കുന്ന വണ്ടി ഇടിക്കാതെ ഒന്നും ഇരിക്കില്ലല്ലോ. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. പോലീസുകാരെന്തായാലും ചേസ് ചെയ്ത് ഇതുപോലുള്ള കള്ള നാണയങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ചു കൊടുത്തത് നല്ല കാര്യമാണ്. കാര്യം നാട്ടുകാരൊക്കെ അറിയണമല്ലോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന പ്രവൃത്തിയും. എന്നാൽ വന്നിരുന്ന് ബാക്കിയുള്ളവരെ കുറ്റം പറയുമ്പോഴത്തേക്കും സ്വന്തം പ്രവൃത്തിയിലൂടെ ഇത് കാണിക്കണം എന്ന് കരുതിക്കൊണ്ട് ഒരു ബിയർ കഴിച്ചത് തെറ്റെന്നല്ല. പക്ഷേ ബിയർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസുകാരടുത്ത് കൺവിൻസ് ചെയ്യാനോ, നിയമപരമായിട്ടുള്ള നടപടി എന്തെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി, എന്തൊരു മര്യാദയായിരുന്നു. മറ്റുള്ളവർ ഫോട്ടോ എടുക്കും അത്രേ. ഇതെന്തേ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അറിഞ്ഞൂടായിരുന്നു? അങ്ങനെ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ പരിശോധന ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ സംഭവിക്കുന്ന സന്ദർഭത്തിൽ പോലീസുകാരെ വെട്ടിച്ച് ക്രിമിനലുകൾ മുങ്ങുന്ന രീതിയിൽ മുങ്ങിയ വ്യക്തിയെ പിടിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഊള ന്യായീകരണങ്ങൾ കേട്ടാൽ കൈയടിച്ചു തരാൻ ഈ നാട്ടിലുള്ള സകല മനുഷ്യരും ഇമാതിരി ഊളത്തരങ്ങളുടെ ഫാൻസ് ആണെന്ന് കരുതരുത്. അവർ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രതികരിച്ചെന്നിരിക്കും. ആ പ്രതികരിച്ചത് കൊള്ളേണ്ടടുത്ത് കൊണ്ടപ്പോ പതിയെ പുറത്തു ചാടി വന്നു. FIR ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലുള്ളവർ പോയി തൂക്കിക്കൊണ്ടുവന്ന് എടുത്ത് പുറത്തിട്ട് കൊടുത്തപ്പോ കാര്യങ്ങളെല്ലാം നാട്ടുകാർ വിശദമായി അറിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞപ്പോ വന്ന് രക്ഷപ്പെടാനുള്ള ധന്യയുടെ അവസാനത്തെ തന്ത്രമാണ്. കാര്യം ഇത്തരം ആൾക്കാരുടെ ഒരു പതിവ് രീതിയാണ്.
നമ്മൾക്ക് നിലനിൽക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സന്ദർഭം മാനേജ് ചെയ്യാൻ അങ്ങ് കാലിൽ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുകയാണെങ്കിൽ അത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്നതിന്റെ തെളിവാണ് ഈ കണ്ടത്.